തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിനിടെ കയ്യാങ്കളി. മേയറെ LDF കൌൺസിലർമാർ ഉപരോധിച്ചു. കൌൺസിലർമാരുടെ ഇരിപ്പിടത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. 13 കൌൺസിലർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നു. നടരാജ്, എന്താണ് കൌൺസിൽ യോഗത്തിനിടെ ഇത്തരത്തിലൊരു സംഘർഷമൊക്കെ ഉണ്ടാവാനുള്ള കാരണം? അനീഷ, ഇന്ന് രാവിലെയാണ് തൃശൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷാംഗങ്ങളും ഭരണപക്ഷാംഗങ്ങളും തമ്മിൽ ഒരു കയ്യാങ്കളി ഉണ്ടായത്. പ്രധാനമായും ഇടതുപക്ഷ കൌൺസിലർമാരുടെ ഇരിപ്പിടത്തെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളും തർക്കങ്ങളുമാണ് ഈ കാര്യത്തിലേക്ക് നയിച്ചത്. മേയറിനെ ഇടതുപക്ഷ കൌൺസിലർമാർ ഇക്കാര്യത്തിൽ ഉപരോധിച്ചതായി. അവർക്ക് ആവശ്യപ്പെട്ട ഇരിപ്പിടങ്ങളിലല്ല സീറ്റ് ലഭിച്ചിരിക്കുന്നത് എന്ന വിഷയമാണ് ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായി. മേയറെ ഉപരോധിക്കാൻ ചെന്നപ്പോൾ അത് തടുക്കാനായി മറ്റ് വനിതാ മേയർമാർ മേയർക്ക് ചുറ്റും വനിതാ കൌൺസിലർമാർ കോൺഗ്രസ് കൌൺസിലർമാർ മേയർക്ക് ചുറ്റും വരികയായിരുന്നു. പുരുഷ കൌൺസിലർമാരാണ് തന്റെ നേർക്ക് പാഞ്ഞെടുത്തത് എന്നാണ് മേയർ നിജി ജസ്റ്റിൻ ഇപ്പോൾ ആരോപിക്കുന്നത്. അങ്ങനെ കയ്യാങ്കളിയിൽ മേയറുടെ PAയുടെയും അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് കൌൺസിലർക്കും പരിക്കേറ്റുണ്ട്. ഇവരിപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ്. 13 CPM കൌൺസിലർമാരെ 13 ഇടതുപക്ഷ കൌൺസിലർമാരെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത് ഇവരെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. കോൺഗ്രസ് പ്രധാനമായി പറയുന്നത് കോർപ്പറേഷന്റെ സാമ്പത്തിക നില ഭദ്രമല്ല. ഇത് സംബന്ധിച്ചൊരു ധവളപത്രം പുറത്തിറക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയായിരുന്നു. ഈ ധവളപത്രം അവതരിപ്പിക്കുന്നത് തടയാനാണ് ഇടതുപക്ഷം ഇത്തരത്തിലൊരു നാടകം കളിച്ചത് എന്നാണ് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് മേയർ നിജി ജസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ടു. ധവളപത്രം ഇറക്കുന്നത് തടയാനാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടായത് എന്ന് അവർ ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വനിതാ മേയരോട് ഇത്തരത്തിലൊരു സമീപനമാണ് പ്രതിപക്ഷം പുലർത്തുന്നതെങ്കിൽ എങ്ങനെയാണ് കോർപ്പറേഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുക എന്നും നിജി ജസ്റ്റിൻ സമ്മേളനത്തിൽ ചോദിക്കുകയുണ്ടായി. എന്തായാലും 13 കൌൺസിലർമാരെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുകയുണ്ടായി. ഒരു കോൺഗ്രസ് കൌൺസിലർക്കും മേയറുടെ PAയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സ ലഭിക്കുന്നു.